ഭൂമി മനുഷ്യന്റേതല്ല. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ആകാശത്ത് പറക്കുന്ന പക്ഷിയും പുഴയിലൂടെ നീന്തുന്ന മത്സ്യവും വീഥിയിൽ നടക്കുന്നതോ വിശന്നുകൊണ്ടിരിക്കുന്നതോ ആയ തെരുവുനായി എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. പക്ഷേ മനുഷ്യൻ പലപ്പോഴും മറക്കുന്നു. സ്വാർത്ഥലാഭത്തിനായി വൃക്ഷങ്ങൾ വെട്ടുന്നു, ജീവികളെ കൊല്ലുന്നു, പ്രകൃതിയുടെ സമത്വം തകർക്കുന്നു. അതെല്ലാം അമാനുഷിക പ്രവൃത്തികളാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്നവനാണ് മഹത്തായവൻ. അവിടുത്തെ ഉപദേശം കേടാത്. അർത്ഥം അനന്തമായ സ്നേഹവും കരുണയും. സകല ജീവികൾക്കും ഒന്നുപോലെ. ഹിന്ദു തത്വചിന്തയും അതേ കാര്യമാണ് പറയുന്നത്. അഹിംസ പരമോ ധർമ്മ. ഹിംസ ചെയ്യാതെ ജീവികളെ സംരക്ഷിക്കുകയാണ് മനുഷ്യന്റെ മഹത്തായ ധർമ്മം. ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് സമം സർവേഷു ഭൂതേഷു. എല്ലാ ജീവികളെയും തുല്യമായി കാണുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. സഹോദരങ്ങളെ, ഒരു തെരുവുനായുടെ കണ്ണുകളിലേക്ക് നോക്കൂ. അവിടെ പേടിയുണ്ട്, വിശപ്പുണ്ട്. പക്ഷേ അതിനൊപ്പം നിഷ്കളങ്കമായൊരു സ്നേഹവും വിശ്വാസവുമുണ്ട്. ഒരു പക്ഷി ചിറകു വീശി പറക്കുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ സംഗീതമാണ്. നാം അതിനെ പിടിച്ചു പൂട്ടുമ്പോൾ നാം അത് കൊലപ്പെടുത്തുന്നില്ലേ? ഒരു വൃക്ഷം വളരുമ്പോൾ അതിന്റെ കീഴിൽ അനവധി ജീവികൾക്ക് ജീവിക്കാൻ ഇടം കിട്ടുന്നു. അത് വെട്ടിമാറ്റുമ്പോൾ അവരുടെ വീട് നാം ഇല്ലാതാക്കുന്നില്ലേ? അതുകൊണ്ടാണ് സ്വാർത്ഥത കൊണ്ട് ജീവികളെ അടിച്ചമർത്തുക, കൊല്ലുക, നശിപ്പിക്കുക എന്നിവയെല്ലാം അധർമ്മം. ജീവികളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അതാണ് യഥാർത്ഥ മനുഷ്യധർമ്മം. ഒരു ദിവസം ഈ ഭൂമി നമ്മെ ചോദിക്കും, നീയൊരാൾ മനുഷ്യനായി ജനിച്ചു, പക്ഷേ നീ മനുഷ്യനായി ജീവിച്ചുവോ? മനുഷ്യനായി ജീവിക്കുന്നത് വലിയ വീടുകൾ പണിയുന്നതല്ല, സമ്പത്തുകൾ ശേഖരിക്കുന്നതുമല്ല, കരുണയോടെ ജീവികളെ സംരക്ഷിക്കുന്നതാണ്. ആ കരുണയാണ് നമ്മെ മനുഷ്യനാക്കുന്നത്. ആ കരുണയാണ് ധർമ്മം. ആ കരുണയാണ് മോക്ഷത്തിലേക്കുള്ള പാത. സകല ജീവികളോടും കാരുണ്യം കാണിക്കൂ. കാരണം ഈ ഭൂമി മനുഷ്യന്റേതല്ല, എല്ലാ ജീവജാലങ്ങളുടെയും വീടാണ്. ജീവനെ സംരക്ഷിക്കുക, അതാണ് നമ്മുടെ ധർമ്മം. അതാണ് നമ്മുടെ മഹത്വം.